മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലല്ല. ലാവ്ലിൻ കേസിൽ 2020 ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലാണ് സമൻസ് അയച്ചത്. ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലൻ വിവേക് കിരണിന്റെ യുകെയിലെ വിദ്യാഭ്യാസത്തിന് പണം നൽകിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. നേരത്തെ ലൈഫ് മിഷൻ കേസിലാണ് വിവേക് കിരണിന് സമൻസ് അയച്ചത് എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയുകയാണ്. സമൻസ് ലാവ്ലിൻ കേസിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം അതിന്മേൽ ഇ ഡി എന്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് കടന്നില്ല? ഈ സമൻസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഹാജരായിട്ടില്ല എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. എന്തുകൊണ്ട് തുടർ നടപടി പാതി വഴിയിൽ നിന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച ഇതിൽ നടന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്ന എസ് ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസ് SMC ലാവ്ലിൻ കേസിലെന്ന് സ്ഥിരീകരിക്കുകയാണോ? എന്താണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? സ്മൃതി, 2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നത്. ആ നോട്ടീസ് അയച്ചത് തുടക്കത്തിൽ പുറത്തു വന്ന വിവരം അത് ലൈഫ് മിഷൻ കേസിലാണ് നോട്ടീസ് അയച്ചതെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിക്കുന്നത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് അയച്ചതെന്നുള്ളതാണ്. 2020 ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ECIR ഇ ഡി രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം 2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നോട്ടീസ് അയക്കുകയായിരുന്നു. അതിന് കാരണമായിട്ട് ഇ ഡി പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ യുകെയിലെ വിദ്യാഭ്യാസത്തിനായിട്ട് പണം നൽകിയെന്നുള്ള മൊഴി ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് വിവേക് കിരൺ MBA പഠനം നടത്തുന്നതായിരുന്നു, അതിനായിട്ട് പണം കൈമാറിയെന്നുള്ള മൊഴിയാണ്. അത് പ്രധാനമായും ലാവ്ലിൻ കമ്പനിയുടെ ഇടനിലക്കാരനായിരുന്ന ദിലീപ് രാഹുലിനാണ് ആ പണം കൈമാറിയെന്നുള്ളായിരുന്നു മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചതെന്നുള്ളതാണ്. എന്തായാലും വിവേക് കിരൺ ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇ ഡി ആണെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും നേരത്തെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിരുന്നത് അത് ക്ലിഫ് ഹൗസിന്റെ പേരിലായിരുന്നു, ക്ലിഫ് ഹൗസ് അഡ്രസ്സിലായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വന്നത്. അപ്പോൾ നേരത്തെ തെറ്റായ വിവരം പുറത്തു വരുമ്പോൾ ഇപ്പോൾ ഇത് ലാവ്ലിൻ കേസിലാണെന്ന് അറിയുന്നു. നമുക്ക് കുറച്ചുകൂടി വ്യക്തത ഇതിൽ കിട്ടുമോ? എന്തുകൊണ്ട് ഇ ഡി പിന്നീട് ഇതിൽ ഒരു തുടർ നടപടിയിലേക്ക് പോയില്ല? ഇതിൽ വിവേക് കിരൺ ഹാജരായുമില്ലല്ലോ. സ്മൃതി, അക്കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. നേരത്തെ ഇത്തരത്തിൽ ലൈഫ് മിഷൻ കേസിലാണ് ഈ നോട്ടീസ് അയച്ചതെന്നുള്ള വിവരം പുറത്തു വരുന്നു. അത് തുടക്കത്തിൽ തള്ളാനോ അതിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നടത്താനോ ഇ ഡി തയ്യാറായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇ ഡി പറയുന്നത് ലാവ്ലിൻ കേസിലാണെന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അങ്ങനെ നോട്ടീസ് അയച്ചാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരാൾക്ക് നോട്ടീസ് അയച്ച് അയാൾ ആ നോട്ടീസ് കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. കൈപ്പറ്റിയാണെന്നുണ്ടെങ്കിൽ 2-3 നോട്ടീസൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്നുള്ളത് ഉറപ്പായിട്ട് പോലും തുടർ നടപടികളിലേക്ക് ഇ ഡി കടന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് തുടർ നടപടികളിലേക്ക് കടക്കാത്തെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇ ഡി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2020 ECIR രജിസ്റ്റർ ചെയ്ത സംഭവമാണ്. അതിനുശേഷമാണ് 2023 ഇത്തരത്തിൽ നോട്ടീസ് അയക്കുന്നത്. പിന്നീട് ഈ ലാവ്ലിൻ ഇടപാടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ECR ആ കേസിൽ തന്നെ എന്തൊക്കെ തുടർ നടപടികൾ എടുത്തു, പ്രത്യേകിച്ച് ഈ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ ആരുടെയൊക്കെ ചോദ്യം ചെയ്യൽ നടന്നു, എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇ ഡി ഇപ്പോഴും വ്യക്തത വരുത്തുന്നില്ല. അപ്പോൾ ആ കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. ശരൺ, ഇപ്പോൾ മുഖ്യമന്ത്രി അന്ന് ദിലീപ് രാഹുലൻ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ വിദ്യാഭ്യാസ ചെലവിന് പണം നൽകി എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണല്ലോ സമൻസ്. അതിൽ ഈ പറയുന്ന ദിലീപ് രാഹുലിനെ പിന്നീട് വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും അതിന്റെ പുരോഗതി ഉണ്ടാവുകയും ചെയ്തിരുന്നു. സ്മൃതി, അതായത് ദിലീപ് രാഹുലിനുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നിരുന്നു. ഈ മൊഴി ദിലീപ് രാഹുലിന് തന്നെയാണോ നൽകിയെന്നുള്ള കാര്യത്തിലും ഇ ഡി വ്യക്തത വരുത്തിയിട്ടില്ല. തങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു മൊഴി ലഭിച്ചിരുന്നു, അത് ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഇ ഡി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എന്നുള്ളതാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്. അതിനപ്പുറമുള്ള കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിടുന്നില്ല. ശരി, SMC ലാവ്ലിൻ കേസ് 30-ലധികം തവണ മാറ്റിവെച്ച കേസാണ് സുപ്രീം കോടതിയിൽ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒത്തുകളി എന്നുള്ള ആരോപണങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:00 ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ വിവേക് കിരൺ ഹാജരാക്കണം എന്നതായിരുന്നു അന്നത്തെ നോട്ടീസ്. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസ് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മകൻ ഇ ഡി നോട്ടീസ് അയച്ചതിൽ സത്യാവസ്ഥ എന്താണെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന്
പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇ.ഡി. നോട്ടീസ് അയച്ച കാര്യം മുഖ്യമന്ത്രി എന്തിനാണ് മൂടിവെച്ചതെന്നാണ് ചോദ്യം. മനസ്സിലാക്കേണ്ട പ്രശ്നം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ആരോടും പറഞ്ഞില്ല. ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത്? ഒരു സമൻസ് അയക്കാൻ ഒരു തുടക്കം ഉണ്ടാവും. ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോൾ? ഇപ്പോൾ എം.എ. ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അതില്ലാതായെന്ന്. അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതില്ലാതായെന്ന്? ഇ.ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്ത് തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ്. സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ.